ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു തിങ്ക് സ്മാർട്ട്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു അനൗൺസ്മെൻറ്റിൻ്റെ ഫോർമാറ്റാണ്. എങ്ങനെ ഒരു അനൗൺസ്മെൻറ്റ് എഴുതാമെന്ന് നമുക്ക് ഇന്നത്തോടു കൂടി പഠിക്കാം. +2 ഇംഗ്ലീഷിൽ ഫസ്റ്റ് യൂണിറ്റിൽ പഠിക്കേണ്ട ഒരു കാര്യമാണ് അനൗൺസ്മെൻറ്റ്. സോ നമുക്ക് എങ്ങനെ ചെയ്യലെന്ന് നോക്കാം അല്ലേ. ലേഡീസ് ആൻഡ് ജെൻറ്റിൽമാൻ, നൗ യു ആർ ഗോയിങ് ടു വാച്ച്. നിങ്ങൾ ഇപ്പോൾ കാണാൻ പോകുന്നത് എന്താണോ നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നത്. ഇപ്പം മാച്ച് ബോക്സിൻ്റെ ഒരു പ്ലേ ആണ് അവിടെ നടക്കുന്നതെങ്കിൽ ആ ഒരു മാച്ച് ബോക്സ് നെയ്ത ആ ഡാഷിൽ റിട്ടൺ ബൈ ആരാണ് എഴുതിയത്, അയാളുടെ പേര് മാച്ച് ബോക്സ് ആരെ എഴുതി, ആശാപൂർണ ദേവി. അപ്പോൾ എങ്ങനെ വരിക, നൗ യു ആർ ഗോയിങ് ടു വാച്ച് മാച്ച് ബോക്സ് റിട്ടൺ ബൈ ആശാപൂർണ ദേവി. ദ സ്റ്റോറി ഓർ പ്ലേ, സ്റ്റോറി ആണോ പ്ലേ ആണോ, അത് ഏതെങ്കിലും. സ്റ്റോറി ആണെങ്കിൽ സ്റ്റോറി എന്ന് എഴുതുക, പ്ലേ ആണെങ്കിൽ പ്ലേ എന്ന് എഴുതുക. ഈസ് അബൌട്ട് എന്തിനെ കുറിച്ചാണ് പറയുന്നത് എന്ന് ജസ്റ്റ് ഇത്രയും ഒരു ഭാഗത്ത് കുറച്ച് എഴുതിയാൽ മതിയാവും. എന്താണോ ആ സ്റ്റോറിയിൽ പറയുന്നത്, ആ സ്റ്റോറിയിൽ പറയുന്ന കുറച്ച് ഒന്ന് എഴുതുക. ആൻഡ് ദ സെൻട്രൽ ക്യാരക്ടേഴ്സ് ആർ, ഇതിൽ അഭിനയിക്കുന്ന ക്യാരക്ടേഴ്സ് ആരൊക്കെ, ക്യാരക്ടേഴ്സിൻ്റെ കഥാപാത്രങ്ങളുടെ പേരുകൾ അല്ലേ, അത് എഴുതുക. ആറെന്ന് പറഞ്ഞിട്ട് ബോക്സിൽ സെൻട്രൽ ക്യാരക്ടേഴ്സ് ആരാ, നൊമിത, അജിത്ത്, നൊമിതാസ് മദർ അല്ലേ, അങ്ങനെ എഴുതുക. പിന്നെ ഐ ഡോണ്ട് വാണ്ട് ടു സ്പോയിൽ ദ സസ്പെൻസ്, ഞാൻ നിങ്ങളുടെ സസ്പെൻസ് പൊളിക്കാൻ താല്പര്യപ്പെടുന്നില്ല അല്ലേ. യു വാച്ച് ആൻഡ് എൻജോയ്, നിങ്ങൾ രസിക്കുക അല്ലേ. ഇറ്റ് ഈസ് ഡയറക്റ്റഡ് ബൈ, ഇനി ഇത് ആരാ ഡയറക്റ്റ് ചെയ്തതെന്നാണ് എഴുതേണ്ടി. അപ്പോൾ ടോണി സാഗ്. ആൻഡ് ദ ആക്ടേഴ്സ് എന്നൊക്കെയാണ് പറഞ്ഞാണ്ട് ബ്രസ്ലി, നിത്യ, നിങ്ങൾക്ക് അറിയുന്ന പേരുകളൊക്കെ നീട്ടിയാണ്ട് വലിച്ചെഴുതിയാൽ കുറച്ച് തോനെ ഉണ്ടാവും. ഇതിൽ ബ്ലസ്ലി, നിത്യ, സൽമത്ത്, ആകാശ്, കല്യാണി, തോമസ്, ജൊന്ന, ടോബി ആൻഡ് സംസോൺ. ഇതിൽ കുറച്ച് അധികം എഴുതിയണല്ലേ. അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയുന്ന പേരുകൾ നീളത്തിൽ കുറേ എഴുതി വെക്കുക. ഹോപ്പ് ഓൾ ഓഫ് യു വുഡ് എൻജോയ് ഇറ്റ് വെൽ, നിങ്ങൾ ഈ ഒരു കഥ നന്നായിട്ട് എൻജോയ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇറ്റ് ഹാസ് എ ഗുഡ് മെസ്സേജ്, ഇതൊരു നല്ല നമുക്ക് മെസ്സേജ് തരുന്ന ഒരു സ്റ്റോറിയാണ്. ഷുവർ, ഉറപ്പാണ്. ഇറ്റ് വിൽ ക്യാപ്ചർ യുവർ ഹേർട്ട് ആൻഡ് മൈൻഡ്, ഇത് നിങ്ങളുടെ ഹൃദയത്തെ കീഴടക്കും, അതായത് കീഴടക്കും. വാച്ച് ആൻഡ് എൻജോയ്, കാണൂ, രസിക്കൂ. ആൻഡ് താങ്ക് യു. ഇത്രയേ ഉള്ളൂ അനൗൺസ്മെൻറ്റ്. ഇത്രയും സിമ്പിളാണ്. ഈ ഫോർമാറ്റ് പഠിക്കാൻ വളരെ സിമ്പിളാണ്. ഇത് പഠിച്ചു പോയിട്ട് അവിടെയും ഇവിടെ കഥ ആ ഡാഷ് ഉള്ളിടത്ത് കുറച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ അനൗൺസ്മെൻറ്റായി. ഇത്രയേ ഉള്ളൂ. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.